ഹലോ ചുമര എല്ലാവർക്കും നമ്മുടെ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് നമ്മുടെ മാവിലന്തോടാണ്. പഴശ്ശിരാജാവിൻ്റെ ലാൻഡ്സ്കേപ്പ് മ്യൂസിയമാണ് മാവിലന്തോട് എന്ന് പറയുന്നത്. എൻട്രി ടൈം 9 മണി മുതൽ 5:30 വരെയാണ്. ബ്രിട്ടീഷുകാരോട് പടവെറ്റി നമ്മുടെ പഴശ്ശിരാജൻ്റെ മരണപ്പെട്ട സ്ഥലമാണ് ഈ മാവിലന്തോട് പറയുന്നത്. അപ്പോൾ നമ്മൾ അവിടെയാണ് എത്തിയിരിക്കുന്നത്. 10,000 രൂപ. നമ്മുടെ കേരള പോർഷന് കുഴപ്പമില്ല, അങ്ങോട്ട് നമ്മുടെ രണ്ട് സൈഡ് വരുന്നത് രണ്ടും കർണാടകയും കേരളവും കൂടെയാണ്. അപ്പോൾ അത് ബോർഡർ അങ്ങോട്ട് കടന്നിട്ടുണ്ടെങ്കിൽ ഫൈൻ അടിക്കുമെന്നാണ് ഇപ്പോൾ അവിടെ നിന്ന് പറഞ്ഞ സാറ് പറഞ്ഞത്. അതുപോലെ ഇവിടെ പഴശ്ശിരാജ സ്മാരകത്തിൻ്റെ ഒരു ലൈബ്രറി ഉണ്ട്, റിസർവ് സെൻറ്റർ. പക്ഷേ അതിൻ്റെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. ബാക്കി പുറത്ത് മൊത്തം ഒരു ബോൾ പോലത്തെ ഒരു സാധനം കാണിച്ചൊരു ചെടിക്കകത്ത്. എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അപ്പൂപ്പന്താടിയാണ്. നമ്മളിങ്ങനെ അത്യാവശ്യം ഇങ്ങനെ പറന്ന് വലുതായിട്ട് പോകുന്നതാണ് അപ്പൂപ്പന്താടിയാണിത്. ഈ സാധനമാണിത് മൊത്തം നിൽക്കുന്നത്. പഴശ്ശിരാജാവിൻ്റെ ഒരു വീരമൃത്യു വരിച്ചൊരു സ്ഥലം എന്ന രീതിയിലുപരി ഒരു ഗാർഡനും ഒരു പാർക്കും എന്ന രീതിയിലാണ് ഇവിടെ എല്ലാം മൊത്തത്തിൽ റെഡിയാക്കി എടുത്തേക്കുന്നത്. അതുപോലെ അത്യാവശ്യം ഇവർക്ക് ഈ മ്യൂസിയം കാണാൻ വരുന്നവർക്ക് വിശ്രമിക്കാനും പാർക്കിൻ്റെ കുട്ടികൾക്ക് വന്നിട്ട് കളിക്കാനുള്ള സൗകര്യം എല്ലാം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഞങ്ങൾ ചെന്ന ദിവസം തന്നെ മീനങ്ങാട് സ്കൂളിൽ നിന്ന് കുട്ടികളും ടീച്ചേഴ്സ് അവിടെ സന്ദർശനം വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ വരുമ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് പഴശ്ശിരാജാവിൻ്റെ ഒരു രൂപം പോലെ ഇവിടെ കല്ലിൽ കൊത്തിച്ചേക്കുന്ന രീതിയിലൂടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ബ്രിട്ടീഷുകാരുടെ ക്ഷണപ്രകാരം സമാധാന ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് 1797 തലശ്ശേരിക്കോട്ടിലേക്ക് എത്തുന്ന കേരള പഴശ്ശിരാജാൻ്റെ ഒരു ഇതാണ് ഫ്രെയിം അവിടെ കൊടുത്തിരിക്കുന്നത്. ബോംബെ ഗവർണർ ജൊനാഥൻ ഡങ്കനും ബ്രിട്ടീഷ് സൈന്യാധിപനായ ജനറൽ സ്റ്റുവർട്ടുമായിട്ടാണ് ചർച്ച നടന്നത്. അന്ന് ചർച്ചയിൽ പരപ്പനാട് രാജാക്കന്മാർ സമീപത്തുണ്ടായിരുന്നു. ബോംബെ ഗവർണറുമായിട്ടുള്ള ചർച്ചയിൽ ആ ചർച്ചയെ ഉടമ്പടിയിൽ ഒപ്പുവെക്കുന്ന പഴശ്ശിരാജാവിൻ്റെയും അവിടുത്തെ ബ്രിട്ടീഷ് സൈന്യാധിപൻ്റെയും രൂപമാണ് കാണിച്ചിരിക്കുന്നത്. നായർപ്പടയുടെ തലവനായ എടച്ചന കുങ്കൻ്റെ ഒരു ഫ്രെയിം ഇവിടെ കൊടുത്തിട്ടുണ്ട്. എടച്ചന കുങ്കൻ്റെയും തലക്കൽ ചന്തുവിൻ്റെയും സാന്നിധ്യത്തിൽ 1802 പഴശ്ശിരാജാവ് യുദ്ധപ്രഖ്യാപനം നടത്തുന്ന ഒരു രംഗമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതിനുശേഷം 1803 ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള സൈനിക നീക്കത്തിൻ്റെ ചുമതല പഴശ്ശിരാജാവ് എടച്ചന കുങ്കനെ ഏൽപ്പിക്കുകയാണ് ചെയ്തത്. കുറിച്യർപ്പടയുടെ തലവനായ തലക്കൽ ചന്തുവിൻ്റെ ഒരു രൂപമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇവിടുത്തെ ആർട്ട് മൊത്തം ചെയ്തിരിക്കുന്നത് സുരേഷ് എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് ചെയ്തിരിക്കുന്നത്. പഴശ്ശിരാജാവും സൈന്യവും 1805 നവംബർ 30 സബ് കളക്ടർ തോമസ് ബാബറിൻ്റെയും ബ്രിട്ടീഷ് സൈന്യവുമായിട്ട് ഈ മാവിലാന്തോട് എന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് ഏറ്റുമുട്ടിയത്. അവസാന സംഘടന നടക്കുകയും കണാരമേൻ എന്നുള്ള വ്യക്തിയിൽ നിന്ന് പഴശ്ശിരാജാവ് വെടിയേറ്റ് മരിക്കുകയാണ് ചെയ്തത്. പഴശ്ശിരാജാവിൻ്റെ ശരീരം പല്ലക്കിൽ കയറ്റിയിട്ട് സംസ്കാരത്തിനായിട്ട് ചേകാടി വഴി മാനന്തവാടിയിലേക്കാണ് കൊണ്ടുപോയത്. കേരളവർമ്മ പഴശ്ശിരാജാവും അദ്ദേഹത്തിന് യുദ്ധത്തിന് സഹായിച്ച എടച്ചന കുങ്കനും തലക്കൽ ചന്തുവിൻ്റെ രൂപമാണ് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഒരു മ്യൂസിയത്തിലുപരി ഒരു പാർക്കും അതുപോലെ തന്നെ ഒരു ഗാർഡൻ്റെ രീതിയിലാണ് ഇവിടെ മൊത്തം ഇവിടെ റെഡിയാക്കി വെച്ചേക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം വന്നിരിക്കാൻ റെസ്റ്റ് എടുക്കാനൊക്കെ നമുക്ക് ഇഷ്ടംപോലെ സൗകര്യവും സ്ഥലമൊക്കെ കൂടി ഉണ്ട്. 1796 മുതൽ 1805 വരെ ജനങ്ങൾക്ക് വേണ്ടി പഴശ്ശിരാജാവ് പോരാടി. അപ്പോൾ നമ്മൾ നമ്മുടെ പഴശ്ശിരാജൻ്റെ മറ്റു സ്ഥലത്തിനൊക്കെ എത്തിയിട്ട് നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് തൊട്ടപ്പുറം കാണുന്ന നമ്മുടെ കർണാടക അതിർത്തിയാണത്. ബന്ദിപ്പൂരാണ്. ബന്ദിപ്പൂരിൻ്റെ ഫോറസ്റ്റിൻ്റെ ബാക്കിയാണ് വരുന്നത് മൊത്തം. നമ്മളവിടെ നിന്ന് കയറി വന്നപ്പോൾ നമ്മുടെ ടിക്കറ്റ് കൗണ്ടറിൽ നമ്മുടെ സാറ് നമ്മൾ പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ ഇതൊന്നും കടന്ന് അങ്ങോട്ട് പോകാൻ ശ്രമിക്കരുതെന്നാണ് പറഞ്ഞത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് തൊട്ടപ്പുറം വരുന്നത് നമ്മുടെ ബന്ദിപ്പൂർ നമ്മുടെ ഫോറസ്റ്റിൻ്റെ അതിർത്തിയാണ് വരുന്നത്. അതുപോലെ ഫെൻസിങ് ഒക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ നല്ല വന്യമൃഗശല്യമുള്ള സ്ഥലമാണ്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകാൻ ശ്രമിക്കാതിരിക്കുക. കാരണം പോയിട്ടുണ്ടെങ്കിൽ തന്നെ കർണാടക ബോർഡറിൽ എത്തിയിട്ട് അതിന് പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ കംപ്ലയിൻ്റ് ആവുമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അങ്ങോട്ട് കയറിയിട്ട് എന്തെങ്കിലും കംപ്ലയിൻ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് മിനിമം 10,000 രൂപയാണ് ഫൈൻ പറഞ്ഞേക്കുന്നത്. അപ്പോൾ അത്യാവശ്യം വരുന്നവരാരും തന്നെ അങ്ങോട്ട് പോകാൻ ശ്രമിക്കരുത്. അപ്പോൾ നമ്മുടെ പഴശ്ശിരാജ നമ്മളിപ്പോൾ തൊട്ടപ്പുറം കാണിച്ച ഫോറസ്റ്റിന് അവിടെ നിന്നാണ് ബ്രിട്ടീഷുകാർ ഇങ്ങോട്ടാണ് നമ്മൾ യുദ്ധം ചെയ്തത്. അപ്പോൾ നമ്മുടെ പഴശ്ശിരാജൻ്റെ കൂട്ടാളികളെല്ലാം ഇവിടെ നിന്നുണ്ടായിരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ പഴശ്ശിരാജ നമ്മുടെ അവരുടെ നിന്ന് റോക്കിൽ നിന്ന് വെടിയുണ്ട ഏറ്റിട്ട് മരിച്ചു വീണ സ്ഥലം ഇതാണ്. പഴശ്ശിരാജ ഇവിടെ മരിച്ചു വീഴുകയും അതുപോലെ നമ്മൾ പറഞ്ഞ നമ്മുടെ തൊട്ടപ്പുറം ബന്ദിപ്പൂർ അതിർത്തിയാന്ന് പറഞ്ഞു. നമ്മൾ നടുക്കൊരു പുഴ ഒഴുകുന്നുണ്ട്. അപ്പോൾ അതിനപ്പുറയും ഇത് എതിർവശം നിന്നിട്ടാണ് അവർ യുദ്ധം ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ബ്രിട്ടീഷുകാരോട് യുദ്ധം ചെയ്ത സമയത്ത് നമ്മുടെ പഴശ്ശിരാജ ഇവിടെയാണ് എന്നിട്ട് അവരുടെ നിന്ന് വെടിയുണ്ടായിട്ട് മരിച്ചു വീണത്. എന്നാണ് പഴശ്ശിരാജനെ നമ്മുടെ മാനന്തവാടിയിലുള്ള നമ്മുടെ മ്യൂസിയത്തിലോട്ട് കൊണ്ടുപോയത്. ഇവിടെ പഴശ്ശിരാജ മരിച്ചു വീണതിൻ്റെ ഒരു അടയാളമായിട്ടാണ് ഇവിടെ കട്ട് ചെയ്ത് ഇങ്ങനെ എല്ലാം റെഡിയാക്കി വെച്ചേക്കുന്നത്. അതുപോലെ നമ്മൾ ഇതിനകത്ത് എഴുതി കൊടുത്തിട്ടുണ്ട്. കേരള സിംഹം എന്നാണ് നമ്മുടെ പഴശ്ശിരാജ അറിയപ്പെടുന്നത്. ഇതാണ് നമ്മുടെ ബന്ദിപ്പൂരിൻ്റെ അതിർത്തി വരുന്നത്. കർണാടക സൈഡിലാണ് അങ്ങോട്ട് മൊത്തം. നമുക്ക് ഇവിടെ അങ്ങോട്ട് പോകാൻ അനുമതിയൊന്നുമില്ല. അതേപോലെ തന്നെ പണ്ട് കാലത്ത് അവിടെ റോഡും അതുപോലെ ഒരു പാലമൊക്കെ അവിടെ കാണാം നമുക്ക് അങ്ങനെ ഉള്ളിലോട്ട് പോകാനായിട്ട്. അതുപോലെ ഇതാണ് നമ്മുടെ പുഴ എന്ന് പറയുന്നത്. ഇതിൻ്റെ എതിർവശത്ത് നിന്നിട്ടാണ് പഴശ്ശിരാജാവും ബ്രിട്ടീഷുകാരും നമ്മളുടെ യുദ്ധം നടന്നത്. ബ്രിട്ടീഷുകാരോട് പടവെട്ടിയ നമ്മുടെ കേരള സിംഹം എന്ന് അറിയപ്പെടുന്ന നമ്മുടെ പഴശ്ശിരാജാവിൻ്റെ ഒരു യുദ്ധം നടന്ന സ്ഥലം കൂടിയാണിത്. കേരളത്തിൻ്റെ ചരിത്രത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വീടുകളിൽ ഒന്നുകൂടിയാണ് നമ്മുടെ പഴശ്ശിരാജാവും അതേപോലെ തന്നെ യുദ്ധവും. അപ്പോൾ നമ്മുടെ ബ്രിട്ടീഷുകാർക്കെതിരെ പടവെട്ടിയതിൽ നമ്മുടെ ഏറ്റവും കൂടുതൽ പഴശ്ശിരാജാവിനെ സഹായിച്ചത് കുറിച്യർപ്പട കുടുംബപ്പടയാണ്. അതുകൊണ്ടാണ് പഴശ്ശിരാജാവിന് അത്രയും നാളും നമ്മുടെ ബ്രിട്ടീഷുകാർക്കെതിരെ ഏറ്റുമുട്ടി ഇവിടെ പടവെട്ടി നിൽക്കാൻ കഴിഞ്ഞത്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് കയറിയിരിക്കാനായിട്ടൊക്കെ സ്പേസ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അത്യാവശ്യം മൊത്തം പൂക്കളൊക്കെ ആയിട്ട് ഇപ്പോൾ അടിപൊളിയാണ്. പഴശ്ശിരാജാവിൻ്റെ പ്രതിമ ഉണ്ടാക്കിയെടുത്തതിൻ്റെ തൊട്ടടുത്താണ് അതൊക്കെ വരുന്നത്.
ഇത് മുകളിൽ മൊത്തത്തിൽ ഓടൊക്കെയാണ് സെറ്റാക്കിയത്. അതുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ തണുപ്പൊക്കെയാണ്. ഇവിടെ വന്നിരുന്നിട്ട് റെസ്റ്റ് ചെയ്യാനും അതുപോലെ നമ്മുടെ പഴശ്ശിരാജാവിൻ്റെ ചരിത്ര കാര്യങ്ങളെല്ലാം നമുക്ക് അറിയാനും പറ്റും. പഴശ്ശിരാജാവിൻ്റെ ഈ മ്യൂസിയത്തിൽ അത്യാവശ്യം ചെറിയൊരു പാർക്കും കൂടെ ഉണ്ട്. അത്യാവശ്യം വരുവാണെങ്കിൽ കുട്ടികൾക്കൊരു വിനോദവും അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ചരിത്രത്തിൻ്റെ ഒരു ഭാഗം കൂടെ പഠിക്കാനും പറ്റുന്നൊരു സ്ഥലം കൂടിയാണ് ഈ മ്യൂസിയം. ഇവിടുത്തെ നമുക്ക് വരുന്ന ഫീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുതിർന്നവർക്ക് 30 രൂപയും കുട്ടികൾക്ക് 20 രൂപയാണ് വരുന്നത്. വയനാട്ടിൽ പഴശ്ശിരാജാവിൻ്റെ സ്മൃതി മണ്ഡപം കറക്റ്റ് വരുന്നത് പുൽപ്പള്ളിയിലെ മാവില എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വയനാടിൻ്റെ മറ്റൊരു വീഡിയോ ആയിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ വരുന്നതായിരിക്കും. അപ്പോൾ വീണ്ടും കാണുന്നതായിരിക്കും. ബൈ ബൈ.